വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് പോകുന്നത് ടോണിയൻകായിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ പോയത്. സോ ഞാൻ എത്തിയപ്പോൾ ഇവിടെ ഒരു ഷൂട്ട് നടക്കുമായിരുന്നു. സോ ഇന്നത്തെ ഷൂട്ടിൻ്റെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് റിയാസ്ക്കാണ്. സോ ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇൻ ബിറ്റ്വീൻ എൻ്റെ കളർ സെലക്ട് ചെയ്തു. ഡീപ് ബ്രൗൺസിൽ 8x7 പറഞ്ഞിട്ടുള്ള വാം ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ട്രയൽ റണ്ണ് പോയി. അതായത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുടിയിൽ എങ്ങനെയാണ് വരിക എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഹെയർ കളറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ചേച്ചി ചെയ്താൽ ഡാമേജ് ആവോ, എന്താണ് ആഫ്റ്റർ കെയർ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് തോന്നുന്നൊരു കോളേജ് പഠിക്കുന്ന സമയം മുതൽ ഞാൻ ഹെയർ കളറിങ് ചെയ്യുന്നുണ്ട്. ഒരു 2014-15 മുതലൊക്കെ ഞാൻ ഹെയർ കളറിങ് ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചിട്ട് ഡാമേജ് ആയതുപോലും തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ഭയങ്കര ക്രേസി കളേഴ്സ് ചെയ്യാനാണെങ്കിൽ അത് പ്രീ ലൈറ്റനിങ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഹെയറിൽ ഡാമേജ് വരുന്നത്. ഞാനൊരു കാലത്ത് ഗ്രീൻ, ബ്ലൂ, വയലറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ക്രേസി കളേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഹെയറിൻ്റെ അകത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ പ്രീ ലൈറ്റനിങ് ചെയ്യണം. പ്രീ ലൈറ്റനിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ ക്രേസി കളേഴ്സ് കൊടുക്കുക, എന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡാമേജ് വരും. മീൻവൈൽ എൻ്റെ ട്രയൽ ചെയ്തിട്ടുള്ള ഹെയർ ഇത്രയും ബ്ലോണ്ടായിട്ട് വന്നിട്ടോ. അപ്പോഴും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇത് സ്കാൽപ്പ് വിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ സ്കാൽപ്പിൻ്റെ അകത്ത് കളർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ സ്കാൽപ്പിൻ്റെ ഭാഗം വിട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് എൻ്റെ കളർ ഇവരെടുത്തിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രീ ലൈറ്റനിങ് ഇല്ലാത്ത ഒരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബാലയാഷ് പോലെയാണ് ചെയ്യേണ്ടത്, ഗ്ലോബൽ ഹൈലൈറ്റ്സ് അല്ല. എനിക്ക് മൊത്തത്തിൽ ഹെയർ ഒരു കളറിലേക്ക് വരണം, കാരണം ഇത് പ്രോപ്പർ ഒരു പ്രൊമോഷൻ ആകുമ്പം ചെയ്തതിലൊരു ഡിഫറൻസ് വരണമല്ലോ. എൻ്റെ ഹെയറിൽ ഓൾറെഡി ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. സോ കമ്മിങ് ബാക്ക് ടു പ്രീ ലൈറ്റൻഡ് ഹെയർ, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളുടെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ വെതർ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കേരളയിലെ ഒരു വെതർ അനുസരിച്ചിട്ട് നമ്മളുടെ ഹെയർ ഡാമേജ് ആവും പ്രീ ലൈറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഫസ്റ്റ് ടൈമൊക്കെ കളർ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഇറങ്ങുന്ന കളേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി കളേഴ്സാണ്, അങ്ങനത്തെ കളേഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വേറൊരാൾ കൂടെ വന്നിട്ടുണ്ട്, ഹരിപ്രിയ. നിങ്ങൾക്കൊക്കെ മേ ബി ഫെമിലിയർ ആയിരിക്കും. ആൾ കോഴിക്കോടുള്ള മോഡലാണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് കുറേ ഒരുമിച്ചിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ ബാംഗ്ലൂർ പോയതിനു ശേഷം പിന്നെ അങ്ങനെ കാണണമെന്നില്ല, കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂർ പോയപ്പോഴൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ വന്നപ്പോൾ തൊട്ട് പിന്നെ ഭയങ്കര ഫുൾ വർത്താനായി. ഹരിയും ശരിക്കും പറയുകയാണെങ്കിൽ ഹെയർ കളറിങ്ങിന് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹരിക്ക് അത്ര ഭയങ്കര പോപ്പപ്പായിട്ട് നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആളൊരു ലൈറ്റ് ബ്രൗൺ പ്രോപ്പറായിട്ടുള്ള ഷെയ്ഡൊക്കെയാണ് ചെയ്തത്. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ അപ്പോഴേക്ക് തിരിച്ച് പോന്നിട്ടുണ്ട് അവിടെ നിന്ന്. ഞാൻ ആക്ച്വലി ഉച്ചക്കൊരു 2 മണിക്ക് കയറിയതാട്ടോ ഇവിടെ ടോണിയൻകായിൻ്റെ ഉള്ളിൽ. ഞാനിവിടുന്ന് ഇറങ്ങുന്നത് ഓൾമോസ്റ്റ് ഒരു 8:30 ഒക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കളർ കണ്ടോ, ഇത്രയും ഭാഗം അതായത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നല്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോണ്ടായിട്ട് മാറാൻ പോവുകയാണെന്നുള്ളത്. സോ ഇത്രയൊക്കെയാണ്. അപ്പം ഇത് ചെയ്തിട്ട് ഒരു 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ പെഡിക്യൂറും വാക്സിങ്ങും ഒക്കെ ചെയ്ത് വന്നു കേട്ടോ. വാക്സിങ് കാല് മാത്രം ചെയ്തു. എന്നിട്ട് പെഡിക്യൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഹെയർ വാഷ് ചെയ്യാനുള്ള ടൈമായി. സോ ഞാൻ നേരെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് വന്നു. ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളിപ്പം സലൂണിൽ വിസിറ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവുക, കാരണം ദിസ് മേ ടേക്ക് എ ലോങ് ടൈം. എപ്പം തീരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി നമ്മൾ വരുന്ന സമയത്ത് ഇവർക്ക് വേറെ കസ്റ്റമേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കോഴിക്കോട് അരയെടുത്തുപാലുള്ള ടോണിയൻകായിലാണ്. സോ അങ്ങനെ ഷാമ്പൂ, കണ്ടീഷണർ, മാസ്ക് ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഹെയർ ആക്ച്വലി സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കളർ ചെയ്തതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുക. അപ്പം ഇവിടെ ടോണിയൻകായിൽ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇവർ ട്രയൽ റൺ എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ട്രയൽ റൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ കളർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒബ്വിയസ്ലി ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഷെയ്ഡിൻ്റെ സ്കിൻ ടോൺ ചേരുമോ, എൻ്റെ ഫേസിലേക്ക് ഈ ഒരു സാധനം ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ട്രയൽ റൺ എടുത്തായിരുന്നു. അപ്പോൾ ട്രയൽ റൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ആ ഒരു 20 മിനിറ്റ്സിൻ്റെ ട്രയൽ റൺ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ ഷെയ്ഡ് മാറ്റണം എന്നൊക്കെ ഉള്ളത്.
പിന്നെ ഇവരുടെ ഹെയർ ഡ്രസ്സർ എക്സ്പേർട്ടാണ്. എനിക്ക് ചെയ്ത് തന്നത് ഷാരൂഖ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആൾ ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ട്രാവൽ ചെയ്ത വിശേഷം കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഹെയർ സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റേ എലിസബത്ത് നിറയൊക്കെ കേട്ടോ ഓർമ്മ വന്നത്. ശരിക്കും ഇങ്ങനെ കേൾസൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ആ കേൾസൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായി. ലൈക്ക് ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ സ്കാൽപ്പ് തൊട്ടിട്ട് കളർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് പെട്ടെന്ന് തന്നെ തോന്നി. ഇങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായത് ഓവറായോ എന്ന്. പക്ഷേ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഋഷിക്കൊക്കെ കാണിച്ചപ്പോൾ ഋഷിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തന്നെ എനിക്ക് പിന്നെ എനിക്ക് ആക്ച്വലി ഇഷ്ടമായിരുന്നു. ഇനി ആൾക്കാർക്ക് കാണുമ്പോൾ കണ്ട് യൂസ്ഡ് ആവണം, കാരണം അത്രയും പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. പിന്നെ എൻ്റെ അടുത്ത് ആഫ്റ്റർ കെയർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ ഒരു 2 ഇയേഴ്സിൻ്റെ അടുത്തായിട്ട് യൂസ് ചെയ്യുന്ന ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഷാംപൂ മാസ്ക് ആണ്. എനിക്കത് ലിറ്ററലി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ പാരബിൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ പാർലറിൽ നിന്ന് പാരബിൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ സജസ്റ്റ് ചെയ്താലും നമ്മൾ വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇത് കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്. 900 ഉള്ളിലാണ് വരുന്നത് ഷാംപൂ ആൻഡ് മാസ്ക്. പിന്നെ ഞാൻ 2 to 3 times ആണ് ഒരു വീക്കിൽ ഹെയർ വാഷ് ചെയ്യലുള്ളത്. ഇത് ക്രുവൽറ്റി ഫ്രീ ആണ്, വേഗൻ ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. സോ അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പെഡിക്യൂർ ചെയ്തു. എന്താ ഞാനൊരു പിച്ചൊക്കെ അതെ, ഞാൻ സെറ്റ് ആയി കഴിയുമ്പോൾ വന്ന ഫോട്ടോ അല്ല വീഡിയോ എടുക്കാൻ. It's nice guys. So that's it.